കാവശ്ശേരി പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ബഹുനില ആനപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു. കാവശ്ശേരി പൂരത്തിന്റെ ഭാഗമായി പരക്കാട്ടുകാവ് ഭഗവതി ദേവസ്വമാണ് ബഹുനില ആനപ്പന്തൽ ഒരുക്കുന്നത്. ആനപ്പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം പരക്കാട്ട് ദേവസ്വം ചെയർമാൻ എൻ ശിവാനന്ദന്റെ അധ്യക്ഷതയിൽ നടന്നു. പാദയോഗേ ഭാഗ്യം സമർപ്പയാമി, അക്തരി സമർപ്പയാമി, അരിവലിയും സമർപ്പയാമി, ശാനം സമർപ്പയാമി, ശാനാനന്തരം അരിവലിയും സമർപ്പയാമി, മധുപലക്കം സമർപ്പയാമി, വസ്ത്രോത്രിയാത്തെ പുഷ്പാണി സമർപ്പയാമി, ഗന്ധാർത്തെ പുഷ്പാണി സമർപ്പയാമി. ഏപ്രിൽ 10 കാവശ്ശേരി പൂരം ആഘോഷിക്കുന്നത്. പൂരം നടക്കുന്ന നാളുകളിൽ പന്തൽ ദീപാലങ്കാര പ്രദർശനം കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ ഉത്സവപ്പറമ്പിലെത്തും. ആനപ്പന്തലിൽ കമ്പ്യൂട്ടറുകളുടെ സഹായത്താലാണ് വിവിധ നിറത്തിലുള്ള ബൾബുകളെ പ്രകാശിപ്പിച്ച് വിസ്മയ കാഴ്ച സമ്മാനിക്കുന്നത്. ഇത്തവണത്തെ ദീപാലങ്കാര പ്രദർശനം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആഘോഷ കമ്മിറ്റി. 1200 മീനമാസം 27-ാം തീയതി ആഘോഷിക്കുന്ന, അതായത് ഏപ്രിൽ മാസം 10-ാം തീയതി ആഘോഷിക്കുന്ന കാവശ്ശേരി പൂരത്തിൻ്റെ പന്തൽ നാട്ടുകർമ്മമാണ് ഇവിടെ പരക്കാട്ട് ദേവസ്വത്തിൻ്റെ പന്തൽ കാൽനാട്ടുകർമ്മമാണ് ഇത്രയും നേരം നടന്നത്. ഇതിന് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ സഹകരിച്ച് നമ്മളെ പൂരം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമാണ് നമ്മളെ കാവശ്ശേരി ദേശം, കാവശ്ശേരിയുടെ പൂരം. പൂരത്തിന് നാനാ ദിക്കുകളിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ജനങ്ങളെ ഒഴുകിയെത്താറുണ്ട്. ദേവസ്വത്തിൻ്റെ വകയാണ് പന്തൽ, ആന, അതേപോലെ തന്നെ മേളം, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം എന്നിവയാണ് ദേവസ്വത്തിൻ്റെ ഒരുക്കങ്ങൾ. നാളെ ദേവസ്വം എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പൂരത്തിനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ദിവസങ്ങൾ, 19-20 ദിവസം ഇനി പൂരത്തിന് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക പൂരം. ഇത്രയും പറഞ്ഞുകൊണ്ട് UTV ന്യൂസ്, പാലക്കാട്.